ഒരു കാലത്ത് നാടുവാഴ്ചത്തിന്റെയും ജമ്മിത്തത്തിന്റെയും വക്താക്കളായിരുന്നില്ലേ കോൺഗ്രസ് BJP നിഷേധിക്കാൻ കഴിയുമോ? ഇന്ന് അവരാണ് കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുക. നടക്കുമോ? ദേശമാറ്റ ജനങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അതാ ഈ ജനങ്ങളുടെ പാരമ്പര്യം കാണാൻ കഴിയേണ്ടവർക്ക്. നമ്മുടെ രാജ്യത്ത് ഒട്ടനേകം പ്രക്ഷോഭ സമരങ്ങളിൽ കൂടി നേടിയ അവകാശം ജാതി ഉണ്ടാക്കിയിട്ടല്ല നേടിയത്, മതം ഉണ്ടാക്കിയിട്ടല്ല നേടിയത്, സമുദായം ഉണ്ടാക്കിയതല്ല നേടിയത്. വർഗപരമായി ഒട്ടനേകം മതേതര ജനാധിപത്യ ശക്തികളെ അണിനിർത്തിക്കൊണ്ട് നടന്ന ധീരോത്തമമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കാർഷിക ബഹിഷ്കാര നിയമം ഈ രാജ്യത്തും ദേശമംഗലത്തും നടപ്പിലായത്. അല്ലേ? അന്ന് SNDP ഇല്ല, അന്ന് NSS ഇല്ല. ജാതിമത സമുദായ സംഘടനകൾ ഇതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? നിഷേധിക്കുമോ? ഒരൊറ്റ ആളുമില്ല. അന്ന് കാർഷിക ബഹിഷ്കാര നിയമത്തിനും അതുപോലെ തന്നെ കർഷക തൊഴിലാളി നിയമത്തിനും ഈ രാജ്യത്ത് ജോലി ചേർക്കും കൂടുതലിനും മര്യാദ പട്ടം നിശ്ചയിക്കുന്നതിനു വേണ്ടി പോരാട്ടം നടത്തിയത് ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടത്തിയ ധീരോത്തമായ സമരത്തിന്റെ ഭാഗമായിട്ടായി നേട്ടം. വലതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഈ ദേശമംഗലം പ്രദേശത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 79-ലാണ് നമുക്കാദ്യമായി പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നത്. അതിനുശേഷം 1990-ൽ സഹകരണ സംഘത്തിന്റെയും ഭരണം നമുക്ക് ലഭിക്കുകയും ഈ നാട്ടിലെ ഒരു വലിയ പ്രസ്ഥാനമായി നമുക്ക് വളരാൻ സാധിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പാർട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ചുകൊണ്ടുള്ള ഒരു ആസ്ഥാനം ഇവിടെ വേണം എന്നുള്ളത് ഇവിടുത്തെ സഖാക്കൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ചുകൊണ്ടുള്ള EMS സ്മാരക മന്ദിരം എന്ന പേരിൽ നമുക്കൊരു ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി സഹായിച്ച പാർട്ടി ബന്ധുക്കളോടും പാർട്ടി സഖാക്കളോടും ഈ ഓഫീസിനു വേണ്ടി രാവും പകലും അധ്വാനിച്ച എല്ലാവരോടും CPIM-ന്റെ ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് അഭിവാദ്യമർപ്പിക്കുകയാണ്. ഈ ദേശമംഗലത്തെ പാർട്ടിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആസ്ഥാനമായി ആ മന്ദിരം മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എനിക്ക് അഭിവാദ്യം. പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 11 ലോക്കൽ കമ്മിറ്റികളിൽ ഏറ്റവും ശക്തവും ബഹുജന സ്വാധീനവുമുള്ള ഒരു പഞ്ചായത്താണ് ദേശമംഗലത്തെ പഞ്ചായത്ത്. തുടർച്ചയായി 1979 മുതൽ നമ്മൾ അധികാരത്തിലിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടത്തെ 15 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 10 വാർഡുകളിൽ നമുക്ക് തനിച്ച് വിജയിച്ച് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്ന പ്രത്യേകത ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹകരണ സംഘം 1990 മുതൽ തുടർച്ചയായി നമ്മൾ ഭരിക്കുകയാണ്. എല്ലാ രംഗത്തും ദേശമംഗലത്ത് നമ്മുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏരിയയിലെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ഈ ഏരിയയിലെ ഏറ്റവും വലിയ സൗകര്യപ്രദമായ ഏറ്റവും മനോഹരമായ ഓഫീസ് എന്ന പ്രത്യേകതയും ദേശമംഗലത്തെ സഖാവ് EMS സ്മാരക മന്ദിരത്തിനുണ്ട്. ഈ ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഏറ്റവും കൂടുതൽ ബഹുജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയായി നമ്മളിപ്പോൾ വളർന്നിട്ടുണ്ടെങ്കിലും ഇനിയും നമുക്ക് മുന്നേറ്റം സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ദേശമംഗലത്തെ നമ്മുടെ ബഹുജന സ്വാധീനത്തെ തകർക്കുന്നതിനു വേണ്ടി അടുത്ത കാലത്തായി ഇവിടെ എതിരാളികൾ
ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഗൗരവം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് വിരുദ്ധരും മുസ്ലിം ലീഗും മണൽ മാഫിയ സംഘങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനും പാർട്ടിക്കും സഹകരണ സംഘത്തിനും എതിരായിക്കൊണ്ട് സംഘടിതമായ കടന്നാക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനും നമുക്ക് ദുർബലമായി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയണം. അതിനുവേണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശമംഗലത്തെ CPIM-ന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്നിവിടെ സഫലമായിരിക്കുന്നത്. ഈ ആസ്ഥാന മന്ദിരം മഹാനായ സഖാവ് EMS-ന്റെ നാമധേയത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെടുന്നതിന് സഹായിച്ച ഈ നാട്ടിലെ എല്ലാവരോടുമുള്ള നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനം അവിസ്മരണീയമാക്കുന്നതിന് വേണ്ടി ഒരു ചരിത്ര ദേശമംഗലത്തിന്റെ CPIM-ന്റെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനും തയ്യാറായ നാട്ടിലെ മുഴുവൻ കർഷക തൊഴിലാളികളോടും അതുപോലെ തന്നെ മറ്റ് പാർട്ടി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയായ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് CPIM-ന്റെ ദേശമംഗലം ലോക്കൽ കമ്മിറ്റിക്ക് സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ അമരക്കാരൻ സഖാവ് AC മൊയ്തീനുള്ള നന്ദിയും CPIM-ന്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ K. രാധാകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും MP-യുമായ സഖാവ് PK ബിജു, പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, നമ്മുടെ ജില്ലയിലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ പപ്പേട്ടൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് അപ്പുട്ടേട്ടൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുരളിയേട്ടൻ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് PA ബാബു, റിപ്പോർട്ട് അവതരിപ്പിച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് KS ദിലീപ് തുടങ്ങിയ മുഴുവൻ സഖാക്കൾക്കുമുള്ള നന്ദിയും കടപ്പാടും പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പാർട്ടി ഓഫീസിന്റെ മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ ഒട്ടേറെ സംഭാവനകൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. അത് പണമായി നൽകിയിട്ടുണ്ട്, കെട്ടിട സാമഗ്രികളായി നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ രൂപത്തിലുള്ള സഹായങ്ങളുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് സഹായിച്ച ഈ നാട്ടിലെ മുഴുവൻ നല്ല മനസ്സുകൾക്കുമുള്ള നന്ദിയും കടപ്പാടും പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽസന. കൊടിവാനിലുയർന്നു പറന്നു ചെങ്കതിർ മിന്നി സൂര്യനുണർന്നു വിപ്ലവ കാഹളരണഭേരിയുമായി തൊഴിലാളികളെ മുന്നോട്ട്. ചെങ്കൊടിവാനിലുയർന്നു പറന്നു ചെങ്കതിർ മിന്നി സൂര്യനുണർന്നു വിപ്ലവ കാഹളരണഭേരിയുമായി തൊഴിലാളികളെ മുന്നോട്ട്. സമരസഖാക്കളെ മുന്നോട്ട്. ചെങ്കൊടിവാനിലുയർന്നു പറന്നു ചെങ്കതിർ മിന്നി സൂര്യനുണർന്നു വിപ്ലവ കാഹളരണഭേരിയുമായി തൊഴിലാളികളെ മുന്നോട്ട്. സമരസഖാക്കളെ മുന്നോട്ട്.